ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വേറെ ഒന്നല്ല, നമ്മുടെ ചിക്കൻ ഫുഡ് ഒരു അടിപൊളി ഐറ്റമാണ്. ഇതിന് നമുക്ക് ചിക്കൻ പെരട്ടുന്നോ ചിക്കൻ വരട്ടിയത് എന്നൊക്കെ വിളിക്കാം. അപ്പോൾ എന്താണെങ്കിൽ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ ഒന്ന് വീഡിയോ കണ്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു ചിക്കൻ്റെ അളവാണ് കേട്ടോ കാണിച്ചിരുന്നത്. ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ ഗരം മസാല, ഇനി ഒരു 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ്, 1 കപ്പ് തൈരും, ആവശ്യത്തിന് മല്ലിയിലും കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നിങ്ങൾക്ക് സ്പൈസ് വേണമെങ്കിൽ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്ന് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു 2 കിലോ ചിക്കനേക്ക് 4 സവാളയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം 3 സവാള ഒന്ന് എണ്ണയിൽ അങ്ങോട്ട് പൊരിച്ചെടുക്കണം. ഒരു സവാള അങ്ങോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി ചിക്കനിലേക്ക് പൊരിച്ച സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലോണം കൈയിലോ ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇത് ഫ്രിഡ്ജിൻ്റെ താഴെ 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. എന്നാൽ തന്നെ നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റും അതുപോലെ തന്നെ ഇതിലേക്ക് നല്ല മസാലയൊക്കെ പിടിച്ച് ടേസ്റ്റും ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഒരു സവാള ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് നമ്മൾ പൊരിച്ചെടുത്ത അതേ ഉള്ളിൻ്റെ എണ്ണയിൽ തന്നെയാണ് ഈ ഒരു സവാളയും കൂടി ചേർത്ത് വഴറ്റണത്. ഇനി ഇതിലേക്കൊരു 3 തക്കാളിയും കൂടി സ്ലൈസായി അരിഞ്ഞതാണ്, അതും കൂടി ചേർത്ത് തക്കാളിയും ഉള്ളിയൊക്കെ നല്ലോണം ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് ചിക്കൻ കൂടി ഒന്ന് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ വേറെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് ആ പാത്രത്തിൽ തന്നെ ചിക്കൻ്റെ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒന്നൊരു 3/4 ഗ്ലാസ്സോളം ഞാൻ ഒഴിച്ചിട്ട് ഒന്ന് ചുവറ്റി പാരാണ്. അത്ര മാത്രം മതിയിട്ട് പിന്നെ നമ്മൾ ചിക്കനിൽ തന്നെ വെള്ളം ഇറങ്ങി വരും. ഇനി നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചിക്കനൊക്കെ നല്ലോണം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ചിക്കനിലൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നല്ലോണം ഇളക്കി കൊടുക്കാം. നമുക്ക് ഈ വെള്ളമൊക്കെ നല്ലോണം വറ്റി വരണം കേട്ടോ. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നല്ലോണം ചിക്കനത്തെ വെള്ളമൊക്കെ വറ്റി വന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. കണ്ടില്ലേ, നല്ല ഗ്രേവി ആയിട്ട് നല്ല വെള്ളമൊക്കെ വറ്റി കുറുകനായിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് ആട്ടോ. സാധാ ചോറിനാണെങ്കിലും നെയ്ച്ചോറിനാണെങ്കിലും പൊറാട്ടയ്ക്കും പത്തിരിക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങൾ ആരെങ്കിലും ഒരിക്കലെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ എന്താണെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് എന്താണെങ്കിൽ ഇഷ്ടമാവും. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ഈ കുഞ്ഞു ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.